ഏപ്രിൽ 24 ചോരയിറ്റുന്ന നിലവിളികൾ കൊണ്ട് കല്ലുകൾ പിളർന്ന ഒരു ദുരന്തത്തിലേക്ക് ഒരു പറ്റം മനുഷ്യരുടെ കടന്നുപോകലിന് തുടക്കം കുറിക്കപ്പെട്ടതിനെ നിറകണ്ണുകളോടെ ഓർമ്മിക്കുന്ന ദിവസം. അതെ, 1915 ഏപ്രിൽ 24. അർമേനിയൻ ക്രൈസ്തവരെ ഇസ്ലാമിക ഭരണകൂടം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ആസൂത്രിതവും സംഘടിതവുമായി നടപ്പിലാക്കിയ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് തുടക്കം കുറിച്ച ദിനം. അർമേനിയൻ കൂട്ടക്കൊലയെന്ന് ഒരു കാലത്ത് ചരിത്രം വിശേഷിപ്പിച്ച അർമേനിയൻ വംശഹത്യയെന്ന് പിൽക്കാലത്ത് ചരിത്രം തിരുത്തി എഴുതിയ കഠിന യാതനകൾക്ക് 15 ലക്ഷത്തിലധികം ക്രൈസ്തവർ കൊന്നൊടുക്കപ്പെട്ടതിന് അന്നായിരുന്നു ആരംഭം. 1915 മുതൽ 1923 വരെയാണ് അർമേനിയൻ വംശഹത്യ അരങ്ങേറിയത്. 1915 ഏപ്രിൽ 24 ഒട്ടോമൻ അധികാരികൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് നൂറുകണക്കിന് അർമേനിയൻ ബുദ്ധിജീവികളെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയതോടെ അർമേനിയൻ വംശഹത്യ ആരംഭിക്കുകയായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യം ഇല്ലാതാകുകയും തുർക്കി റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്ത 1923 വരെ ഈ കൊലപാതക പരമ്പര നീണ്ടുനിന്നു. അർമേനിയൻ വംശഹത്യയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന തലാത്ത് പാഷയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു ക്രൂരമായ ഈ നരഹത്യ അരങ്ങേറിയത്. 1915 1916 8 ലക്ഷം മുതൽ 1.2 ദശലക്ഷം വരെ അർമേനിയക്കാരെ സിറിയൻ മരുഭൂമിയിലൂടെ നിർബന്ധിതമായി നടത്തിക്കൊണ്ടുപോയി. ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെട്ടു. സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളായി. 40,000-ഓളം അർമേനിയൻ ക്രൈസ്തവരെ സിറിയൻ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയി. അവസാനമെത്തിയപ്പോൾ വെറും 200 പേർ മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. ഇതറിയുമ്പോൾ ഈ മരണമാർച്ചിന്റെ രൂക്ഷത വ്യക്തമാകുമല്ലോ. ഇതിനെയെല്ലാം അതിജീവിച്ചവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ടു. 2 ലക്ഷത്തോളം അർമേനിയൻ സ്ത്രീകൾ നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. 1890-കളിലും 1909-ലും അർമേനിയൻ ജനത ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അതിനെയെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു 1915 മുതൽ 1923 വരെ നടന്ന ഈ അർമേനിയൻ വംശഹത്യ. ഒട്ടോമൻ തുർക്കികൾ അർമേനിയൻ ക്രൈസ്തവരുടെ ഭൂപ്രദേശം കീഴടക്കിയതോടെയാണ് ഈ പീഡനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. അവിശ്വാസികളായിട്ടാണ് ക്രൈസ്തവരെ തുർക്കികൾ കണക്കാക്കിയിരുന്നത്. അവരെ ഇല്ലായ്മ ചെയ്യുകയോ തങ്ങളുടെ കൂട്ടരാക്കുകയോ തുർക്കികളുടെ ആവശ്യമായിരുന്നു. തടാകങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളുടെയോ സമീപത്തായിട്ടാണ് അർമേനിയൻ പുരുഷന്മാരെ കൊലപ്പെടുത്തിയിരുന്നത്. മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിന് ഇത് എളുപ്പമായി തുർക്കികൾ കണക്കാക്കി. അർമേനിയൻ പുരുഷന്മാരെ പരസ്പരം ബന്ധിച്ച് വെള്ളത്തിൽ എറിയുകയും അപ്രകാരം മരിക്കാത്തവരെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾ മനുഷ്യ ശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞതും മലിനമാക്കപ്പെട്ടതുമായ കാലമായിരുന്നു അത്. ഇതിനു പുറമെ റോഡുകളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. മൃതദേഹങ്ങൾ ചീഞ്ഞ് നാറി പകർച്ചവ്യാധികൾ പൊട്ടി പുറപ്പെട്ടു. അർമേനിയൻ സ്ത്രീകൾ വീട്ടുവേലക്കാരും ലൈംഗിക അടിമകളുമായി മാറി. ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷ നേടാൻ ആത്മഹത്യയെ അഭയം പ്രാപിച്ച സ്ത്രീകളുടെ എണ്ണം ഏറെയായിരുന്നു. അർമേനിയൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജീവൻ നിലനിർത്താനുള്ള ഏക മാർഗം ഇസ്ലാം മതം സ്വീകരിക്കുക മാത്രമായിരുന്നു. അതിലൂടെ ക്രൈസ്തവർ എന്ന അവരുടെ തനിമയും വ്യക്തിത്വവും തുടച്ചു നീക്കുക എന്നതായിരുന്നു തുർക്കികളുടെ ഗൂഢലക്ഷ്യം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെയെല്ലാം മുസ്ലിം അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയി മുസ്ലിം മതാചാരപ്രകാരം അവരെ മുസ്ലിമുകളാക്കി മാറ്റി. നിർബന്ധിതമായി പലായനം ചെയ്യപ്പെട്ട അർമേനിയക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടി ഖജനാവിന്റെ ആസ്തി വർദ്ധിപ്പിക്കാനും അർമേനിയൻ ക്രൈസ്തവർ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ കൈവശപ്പെടുത്താനും തുർക്കികൾക്ക് യാതൊരു വിധത്തിലുള്ള ആത്മാഭിമാന കുറവും ഉണ്ടായിരുന്നില്ല. 15 ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനൊപ്പം 2000 വർഷം പഴക്കമുള്ള അർമേനിയൻ സംസ്കാരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നതാണ് അർമേനിയൻ വംശഹത്യയുടെ മറ്റൊരു ദുരന്തമുഖം. വംശഹത്യയ്ക്ക് മുൻപ് അർമേനിയൻ സമൂഹത്തിന് 3000-ഓളം പള്ളികളും 400-ലധികം ആശ്രമങ്ങളും
2000-ലധികം സ്കൂളുകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്ക് തുർക്കിയിൽ ആകെ 35 പള്ളികൾ മാത്രമാണ് ഉള്ളത്. സ്കൂളോ ആശ്രമമോ അവർക്ക് ഇല്ലാതായിരിക്കുന്നു. അർമേനിയൻ കൂട്ടക്കൊലയെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരമൊരു ആവശ്യം പലപ്പോഴും ഉയർന്നിരുന്നു. എന്നാൽ വംശഹത്യയുടെ 106-ാം വാർഷികം പ്രമാണിച്ച് അർമേനിയൻ കൂട്ടക്കൊലയെ അർമേനിയൻ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ തയ്യാറായി. 2025 വരെ 34 UN അംഗരാജ്യങ്ങളും പരിശുദ്ധ സിംഹാസനവും യൂറോപ്യൻ പാർലമെന്റും ഈ കൂട്ടക്കൊലയെ വംശഹത്യ എന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തിലേക്ക് മാറാൻ തയ്യാറാകാതെ സധൈര്യം വിശ്വാസം മുറുകെ പിടിക്കുകയും അജഗണത്തെ ധൈര്യപ്പെടുത്തുകയും അജപാലന ശുശ്രൂഷ അഭംഗുരം നിർവഹിക്കുകയും ചെയ്തതിന്റെ പേരിൽ അർമേനിയൻ വംശഹത്യ കാലയളവിൽ കൊല്ലപ്പെട്ട ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയനെ ലയോ 14-ാമൻ പാപ്പ കഴിഞ്ഞ വർഷം വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. കൂട്ടമായി ക്രൈസ്തവ നേതാക്കളെ തൂക്കിലേറ്റിയ ദൃശ്യങ്ങൾ ഇന്നും മനുഷ്യ മനസാക്ഷിക്കേറ്റ മുറിവായി ശേഷിക്കുന്നു. അസ്ഥികൾ എണ്ണി തിട്ടപ്പെടുത്താനാവുന്ന വിധം പട്ടിണി കോലങ്ങളായ കുഞ്ഞുങ്ങൾ, മരുഭൂമിയിൽ കൈക്കുഞ്ഞുങ്ങളുമായി ഭീതിയുടെ നിഴലിൽ നീങ്ങുന്ന അമ്മമാർ, ഒട്ടോമൻ സൈന്യത്തിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് നിഷേധിച്ച് മരണം തിരഞ്ഞെടുത്ത യുവതികൾ, നഗ്നരായി കുരിശിൽ തറയ്ക്കപ്പെട്ട അന്ധമായ ക്രൂരതയുടെ നടുക്കുന്ന ചിത്രങ്ങൾ, കൂട്ടിയിട്ടിരിക്കുന്ന മൃതശരീരങ്ങൾ. ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാഷ്ട്രമായ അർമേനിയയിൽ ക്രൈസ്തവരെ നാമാവശേഷമാക്കാൻ നടത്തിയ പൈശാചിക ആക്രമണങ്ങളുടെ ശേഷിപ്പുകൾ അർമേനിയൻ ജനോസൈഡ് മ്യൂസിയത്തിൽ ഇന്നുമുണ്ട്. ഓരോ വർഷവും ഏപ്രിൽ 24-ലൂടെ കടന്നു പോകുമ്പോൾ ആ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അർമേനിയൻ വംശഹത്യയുടെ. എന്തിനെന്നല്ലേ, ഇനി ഒരിക്കലും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ക്രൈസ്തവരായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടവരായിരുന്നു അർമേനിയൻ ക്രൈസ്തവർ. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരാണ് എന്ന ഒറ്റ കാരണത്താൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും ജീവിക്കുന്നവർ ധാരാളം ഉണ്ടാകുമ്പോൾ, ഇന്നും ക്രിസ്തു വിശ്വാസത്തിന്റെ പേരിൽ അനേകം ക്രൈസ്തവർ കൊല്ലപ്പെടുമ്പോൾ, അർമേനിയൻ വംശഹത്യ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അർമേനിയൻ വംശഹത്യയുടെ ഇരകളാക്കപ്പെട്ടവരുടെ കണ്ണീരിനും വിലാപത്തിനും മുൻപിൽ ഒരിറ്റു കണ്ണീർ പൊഴിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?